ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നിട്ട വഴികൾ എന്ന മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കുവൈറ്റിലും കേരളത്തിലും ഇപ്പോൾ മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ സീനിയർ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഹാൻസ് തോമസ് അവറുകളാണ്. പാസ്റ്ററിനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ സ്വദേശം തിരുവല്ലായ്ക്കടുത്ത് സ്വാമിവാലത്താണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു പെന്തക്കോസ്റ്റൽ ഫാമിലിയിലാണ്. എൻ്റെ പപ്പ 30 വർഷക്കാലം അധികമായി പ്രവാസിയായിരുന്നു, കുവൈറ്റിലായിരുന്നു. ഇപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്നു. എൻ്റെ മാതാവ് നാട്ടിലുണ്ട്. ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. എൻ്റെ മൂത്ത ചേച്ചി കുടുംബമായിട്ട് കുവൈറ്റിൽ, അപ്പോൾ തന്നെ എൻ്റെ ബ്രദറിൻലോ അവിടുത്തെ ഒരു ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററാണ്. എൻ്റെ ബ്രദർ കാനഡയിൽ കുടുംബമായിട്ട് ജോലിയോടൊപ്പം തന്നെ അവിടെ ഒരു ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ വൈഫ് ജിൻസി, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനം നൽകി തന്നു. മൂത്ത മകൾ തബീത, മോൻ നെയ്തൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ MBC ചർച്ചിലെ പാസ്റ്ററായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. സ്തോത്രം. കുവൈറ്റിലെ നല്ല ഒരു ജോലി പാസ്റ്റർ വേണ്ട എന്ന് വെച്ചിട്ടാണ് പൂർണ്ണ സുവിശേഷ വേലയ്ക്കായി പാസ്റ്റർ ഇറങ്ങുന്നത്. ആ തീരുമാനത്തിലേക്ക് പാസ്റ്റർ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത് പറയണമെങ്കിൽ എൻ്റെ ബാല്യകാലം കൂടെ അല്പം പറഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഞങ്ങളുടെ ഭവനത്തിൽ 2ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ ജനനത്തിങ്കൽ മെനഞ്ചറ്റീസ് എന്ന രോഗം അതികഠിനമായി ബാധിക്കപ്പെട്ട് മരണത്തോട് മല്ലടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ പേരൻസ്, എൻ്റെ വല്യപ്പച്ചൻ, വല്യമ്മച്ചി എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വിഷയത്തെ വെച്ചു. കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ആ സമയങ്ങളിൽ ആ രോഗം വളരെ മൂർച്ഛിച്ച അനേക കുഞ്ഞുങ്ങൾ ഈ മെനഞ്ചറ്റീസ് രോഗത്തെ മരണപ്പെട്ട സമയങ്ങളാണ്. എൻ്റെ പിതാവ് എന്നെ കാണാൻ കുവൈറ്റിൽ നിന്ന് വരുമ്പോൾ ഞാൻ ICUവിൽ ശരീരമെല്ലാം നീലിച്ച് കണ്ണിൻ്റെ ദൃഷ്ടിയൊക്കെ മറഞ്ഞ് ഏതാണ്ട് മരിച്ചു എന്നുള്ള അവസ്ഥയിലാണ്. പപ്പ വന്ന് എന്നെ കരത്തിലെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടി ഒന്ന് വെട്ടി, ചുരുക്കി പറഞ്ഞ ജീവൻ ദൈവം മടക്കി തന്നു. അന്നേരം ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നിൽ കേൾവി ശക്തി പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് സൗഖ്യമാക്കിയത് കൊണ്ട് അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം ജീവൻ മടക്കി തന്നതാണ്. അതുകൊണ്ട് ചെറുപ്രായം മുതലേ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും എൻ്റെ പേരൻസൊക്കെ ആ ഒരു ദൈവിക മൂല്യത്തോടു കൂടെ തന്നെയാണ് വളർത്തിയത്. അപ്പൊ ചെറുപ്പം മുതലേ ശുശ്രൂഷയ്ക്കുള്ളവനാണെന്ന് എന്നോട് പറയുകയും ആ വിധത്തിൽ അഭ്യസിപ്പിക്കുകയും ചെയ്തു. എനിക്കും ഭയങ്കര താല്പര്യമായിരുന്നു. ചെറുപ്പം മുതലേ ദൈവവചനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രസംഗങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ വചനം വായിക്കാനും ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ആ ശിക്ഷണത്തിലും അവരുടെ സപ്പോർട്ടിലും വളർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം എൻ്റെ ചിന്ത എന്തായാലും കർത്താവിൻ്റെ വേലയ്ക്കാണല്ലോ, പിന്നെ വെറുതെ ഡിഗ്രി പഠിച്ച് അപ്പൻ്റെ പൈസ കളയണ്ട. ശാസ്ത്രകൊണ്ട് ICTSൽ അഡ്മിഷൻ എടുക്കാനുള്ള തീരുമാനത്തിൽ ഞാനിങ്ങനെ ഉറച്ചു നിൽക്കുന്നു. ഞാൻ തീരുമാനിച്ചു എന്തായാലും കർത്താവിൻ്റെ വേലയ്ക്ക് സമയം കളയണ്ടായല്ലോ. അങ്ങനെ ഞാൻ ആ തീരുമാനത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഞാൻ വീട്ടിലൊരു പ്രയറുണ്ട്. യാദൃശ്ചികമായിട്ട് ദൈവദാസൻ കടന്നു വന്ന് പ്രവചനയാത്മാവിൽ വളരെ ശക്തമായിട്ട് ഇവിടെ സംസാരിച്ചു. നിനക്കൊരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്, നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് നീ ഇറങ്ങാവും. അങ്ങനെ ആ ശബ്ദത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെട്ട് ഞാൻ BSc IT ചേർന്നു. പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് എൻ്റെ ചിന്താഗതികളൊക്കെ അല്പം മാറി. പക്ഷെ ആ സമയത്ത് തന്നെ ഡിഗ്രി സമയത്തും ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ഞാൻ കുവൈറ്റിൽ ചെന്നു, പപ്പായനെ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും പപ്പായെ നാട്ടിൽ വിടണം, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കണം, പിന്നെ പതുക്കെ സുവിശേഷ വേലയ്ക്ക് പോകാനുള്ള ചിന്തയായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് അവിടുത്തെ ഒരു ദൈവസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ അന്തരീക്ഷങ്ങൾ അതിനെ ഒത്തിരി സ്വാധീനിച്ചു. അതിനുശേഷം ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷെങ്കിൽ 1 വർഷമായിട്ട് എനിക്ക് മാത്രം ജോലിയില്ല. അവിടെ ഒരു 3 പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ഒരു വചനം, ആകയാൽ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുക.
മേക്ക് ഷുവർ യുവർ കോളിംഗ് ഇൻ ഇലക്ഷൻ. ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തെ പിടിച്ചൊലച്ചു. ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഏത് സമയത്തും ഈ വചനം എൻ്റെ അകത്ത് സ്പർശിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ശുശ്രൂഷയിൽ നിൽക്കുന്നുണ്ട്, വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് കൊടുക്കുന്നുണ്ട്, ചർച്ചിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും എനിക്കൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ഇതല്ല ഇതിനപ്പുറത്ത് എന്തോ ഉണ്ടെന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ എനിക്കറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഈ വചനം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതെല്ലാം മാറ്റി ഒറ്റ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എന്തിനാ എന്നെ വിളിച്ചിരിക്കുന്നത്? എൻ്റെ ശുശ്രൂഷ എന്താ? എൻ്റെ കോളിംഗ് എന്താ? എന്തോ ഞാൻ ചെയ്യേണ്ടി? ഇതൊരു ചോദ്യം വന്നു. ഞാൻ പല ദിവസങ്ങൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഒരു ദിവസം 21 days ഫാസ്റ്റിന് 5ാമത്തെ ദിവസം പ്രഭാതത്തിൽ ഒരു 5:30 ആയപ്പോൾ വ്യക്തം ഒരു ദർശനം ദൈവം എന്നെ കാണിച്ചു. ഒരു ദൈവ ശബ്ദം എന്നെ കേൾപ്പിച്ചു. ആ ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാ ഇടപെട്ടു. ഉപയോഗശൂന്യമായി കിടക്കുന്ന അനേകരെ ഉപയോഗമുള്ളവരാക്കി മാറ്റുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. ആ ശബ്ദത്തിന് മുൻപിൽ ഞാൻ സമർപ്പിച്ചു. അപ്പൊ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. എനിക്കൊരു ഉറപ്പ് കിട്ടി എന്താണ് എൻ്റെ കോളിംഗ് എന്നുള്ള. ആ ദർശനം ഇപ്പം പറയാൻ സമയമില്ലല്ലോ, അതിൻ്റെ ആഴങ്ങളിലോട്ട് ഞാനിപ്പം പോകുന്നില്ല. ആ വിഷയം എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. അതിനുശേഷമാണ് എനിക്ക് ജോലി കിട്ടുന്നത്. ആ ജോലിക്ക് പോകുമ്പോൾ എനിക്കറിയാം അധികം നാളില്ല എന്താണ് എൻ്റെ മിനിസ്ട്രി എന്നുള്ളത്. കോളിംഗ് ദൈവം വെളിപ്പെടുത്തി. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, അങ്ങനെ റൈറ്റ് ടൈം ആകുമ്പോൾ എനിക്ക് നിയോഗത്തോടുകൂടെ എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണം. അന്ന് തൊട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ കരച്ചിൽ കണ്ട് കർത്താവ് ജോലി തന്നു. അപ്പോൾ എൻ്റെ ആ സമയത്ത് ഭയങ്കര പ്രതിസന്ധി കൂടെ പോകുന്ന സമയം. ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ പപ്പായ്ക്ക് 3 മാസം കൂടുമ്പോഴാണ് സാലറി കിട്ടുന്നത്. എൻ്റെ സാലറിയിലാണ് അന്ന് റെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ജോലി റിസൈൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. പക്ഷെങ്കിൽ എൻ്റെ പാസ്പോർട്ട്, എൻ്റെ വിസ റിന്യൂ ചെയ്യുന്ന സമയമായി. പാസ്പോർട്ടും ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ചർച്ചിൽ 21 days ഫാസ്റ്റ് നടക്കുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ വീട്ടിൽ കയറി. അങ്ങനെ മറ്റൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ച് വീണ്ടും ദൂത് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ വീട്, പപ്പായുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ വിട്ടിട്ട് പോകാനും പറ്റത്തില്ല. ദൈവ നിയോഗത്തിന് മുൻപിൽ അനുസരണക്കേട് കാണിക്കാനും പറ്റത്തില്ല. ഞാൻ എൻ്റെ വേദവസ്ത്രം എടുത്ത് ബാൽക്കണിയിലോട്ട് പോയി മുട്ടുകുത്തി കരഞ്ഞു. കർത്താവെ, ഇനിയും ഞാൻ ചോദിക്കത്തില്ല. ഒരു വചനം, പ്രവാചകന്റെ ശബ്ദം കേട്ടല്ലേ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് പോയെന്ന് വരരുത്. ഒറ്റ വചനം, ഒരു വചനത്തിന് മുമ്പ് ഞാൻ സമർപ്പിക്കും. അങ്ങനെ ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം എടുത്തപ്പോൾ എൻ്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന 6 വചനം ദൈവത്തിന്റെ ആത്മാ ഇടപെട്ടു. ഞാൻ ആ ബൈബിളും ഓടെ മുട്ടുമടക്കി ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. ഞാൻ കർത്താവിന്റെ വിലയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലൊരു നിലയിലോട്ട് എൻ്റെ അവസ്ഥ മാറുന്ന ഒരു ഘട്ടമാണ്. അവിടെ നിൽക്കുവാണെങ്കിൽ പെർമനന്റ് ജോബും മറ്റ് നല്ല നിലയിലോട്ട് പോകും. പക്ഷെങ്കിൽ ഈ ശബ്ദത്തിന് മുൻപിൽ ഞാൻ മുട്ടുമടക്കി ഞാൻ റിസൈൻ ചെയ്തു. അങ്ങനെ ചെറുപ്രായത്തിൽ എനിക്ക് കിട്ടിയ രോഗശാന്തി, എൻ്റെ പേരൻസ്, എൻ്റെ വല്യപ്പച്ചൻ എന്നെ ഒരുക്കിയെടുത്തത്, പിന്നെ ഡിഗ്രി സമയത്ത് ദൈവത്തിന്റെ ആത്മ ഇടപെട്ടത്, ആ കുവൈറ്റ് ദൈവസഭയിൽ എനിക്ക് കിട്ടിയ ആത്മീയ അനുഭവങ്ങൾ, എനിക്ക് കിട്ടിയ വ്യക്തിപരമായ ദർശനം, ദൈവശബ്ദം, ഇവയാണ് ജോലി കളഞ്ഞ് പൂർണ്ണസമ സുവിശേഷ വേലയിലോട്ട് ഇറങ്ങുവാൻ തീരുമാനമെടുത്തത്. സ്തോത്രം. പാസ്റ്റർ അങ്ങനെ നല്ലൊരു ജോലി വേണ്ട എന്ന് വെച്ച് ഒരു പൂർണ്ണ സമയത്തിലേക്കുള്ള സുവിശേഷ വേല എടുത്തപ്പോൾ അന്നേരം ഉണ്ടായ ആകുലതകൾ, അന്നേരം ഉണ്ടായ പ്രതിസന്ധികൾ ഒക്കെ ഒന്ന് പറയാമോ? ഏറ്റവും വലിയ പ്രയാസം എൻ്റെ ഭവനത്തിലായിരുന്നു. എൻ്റെ പപ്പ വാവിട്ട് കരഞ്ഞു. കാരണം പപ്പായ്ക്ക് ഇതിനകത്ത് എല്ലാം അറിയാം. എനിക്ക് തന്നുവിടാനൊന്നുമില്ല. വീട്ടിലെ സാഹചര്യങ്ങൾ അറിയാം. എങ്ങനെ ഞാൻ കഴിയും, എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും, ഒരു ചോദിച്ചില്ല. പക്ഷെ എൻ്റെ അകത്തൊരു ഭയങ്കര ഈ ദർശനവും ദൈവശബ്ദവും എനിക്ക് ഭയങ്കര, എനിക്ക് തന്നെ അറിയാം ഒന്നുമില്ല. ഞാൻ അവിടെ സെന്റ് ഓഫ് ഞാൻ ഇറങ്ങാൻ നേരത്ത് ഒരാൾ കൊണ്ട് ഒരു 10,000 രൂപയുടെ ചെക്ക് തന്നു. അത് വന്ന് മാറിയാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ, ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയില്ല പഠിക്കാൻ വന്നത്. അവിടെ കൊണ്ടൊരു 6,000 രൂപ കൊടുത്തു അഡ്മിഷൻ എടുത്ത്. അങ്ങനെ എൻ്റെ തുടക്കം. പക്ഷെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പക്ഷെ എനിക്ക് നല്ല ധൈര്യമുണ്ട്, കർത്താവ് നടത്തും. കാരണം ഞാൻ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ടല്ല ഇറങ്ങിയത്, ദൈവ ശബ്ദം കേട്ടിറങ്ങിയത് കൊണ്ട്
നല്ല ഉറപ്പുണ്ടായിരുന്നു കർത്താവ് നടത്തുമെന്നുള്ളത്. പക്ഷെ പല പ്രതിസന്ധികൾ വന്നു, പക്ഷെ കർത്താവ് അത്ഭുതമായിട്ട് നടത്തി. ആമേൻ. പാസ്റ്റർ അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ പാസ്റ്റർ അങ്ങനെ ഒരു മുഴുവൻ സമയ ശുശ്രൂഷയിലായിരുന്നപ്പോൾ, സുവിശേഷ വേലയുടെ ആദ്യ കാലഘട്ടത്തിൽ പാസ്റ്ററിനെ അങ്ങനെ സഹായിച്ച വ്യക്തികൾ അല്ലെങ്കിൽ സഹായിച്ച അവസ്ഥകൾ ഒക്കെ ഉണ്ടായിരുന്നു? ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപാണ് എനിക്ക് കല്യാണാലോചന വന്നത്. കല്യാണാലോചന വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, കുവൈറ്റുകാരനാണെന്നും പറഞ്ഞ് കെട്ടരുത്, ഞാൻ ഏത് സമയത്തും റിസൈൻ ചെയ്യും. അപ്പം ജിൻസി നേഴ്സാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ വിവരങ്ങളൊക്കെ അറിയിച്ചു, ഇത് ഒഴിവാക്കാം. പക്ഷെ അവിടെ എനിക്കിട്ട റിപ്ലൈ അവരുടെ മമ്മിയും ബ്രദറെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങളുടെ ഭവനത്തിലൊരു ദൈവദാസം വരുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ആണ് ആ കുടുംബജീവിതത്തിലോട്ട് പ്രവേശിക്കുന്ന മുഖാന്തരം. അപ്പൊ ഞാൻ ജോലി റിസൈൻ ചെയ്തു, ബൈബിൾ സ്കൂളിൽ ചേർന്ന് 2008 6 മാസം കഴിയുമ്പോഴാണ് വിവാഹം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഒരു തീരുമാനമെടുത്തു, നമ്മുടെ ഒരു ആവശ്യവും ഒരു വ്യക്തികളോടും പറയത്തില്ല. ഞങ്ങളുടെ സഹോദരങ്ങൾ US-ലുണ്ട്, UK-ലുണ്ട്, കുവൈറ്റിലുണ്ട്, ഖത്തറിലുണ്ട്, ജിൻസിയുടെ സഹോദരങ്ങളുണ്ട്, കാനഡയിലുണ്ട്. പക്ഷെ ഒരു കാര്യം പോലും ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത്, ഞാൻ നാട്ടിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അകത്തൊരു ചിന്തയുണ്ട്, പപ്പ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഒക്കെ കാര്യം നടക്കും. 3 വർഷം കഴിയുമ്പോൾ ശുശ്രൂഷയിലോട്ട് കയറും, ഫീസൊക്കെ കൊടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ഞാൻ 1 വർഷത്തിനകത്ത് തന്നെ എൻ്റെ പപ്പായും എൻ്റെ വൈഫിൻ്റെ പപ്പായും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതൊരു വലിയ ഒരു ഷോക്കായിരുന്നു എനിക്ക്. കാരണം എൻ്റെ ഒരു പിടിവള്ളിയായിരുന്നു, അപ്പനുണ്ടല്ലോ, കാര്യങ്ങൾ നടക്കും. പക്ഷെങ്കിൽ പപ്പായ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ മുതലാണ് ശരിക്കും ഞാൻ കർത്താവുമായിട്ട് അങ്ങോട്ട്, എൻ്റെ അപ്പൻ മുഴുവൻ എൻ്റെ കർത്താവായി. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും പറയാൻ തുടങ്ങി. അത് ട്രിവാൻഡ്രത്ത് ഒരു പൈനിയർ വർക്ക് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ പേഴ്സ് എടുത്ത് തുറന്നിട്ട് കരഞ്ഞു. കാരണം ഞാൻ കടം മേടിച്ചിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മുമ്പിൽ വേറെ നിവൃത്തിയില്ല, ദൈവസന്നിധിയിൽ കരഞ്ഞു. അങ്ങനെ ചില വിഷയത്തിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ മമ്മി കോതമംഗലത്ത്, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല, എൻ്റെ പേര് എഴുതി കാണിച്ചിട്ട് ഇത്ര രൂപ ഹാൻസന് അയച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അക്കൗണ്ട് നമ്പർ മേടിച്ച്, അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതമായി. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഷയം ഞങ്ങൾ പരിചയപ്പെടാത്ത കോതമംഗലത്തുള്ള ഒരു ആന്റിക്ക് ദൈവം വെളിപ്പെടുത്തി. അതെന്റെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ബലമാണ്. കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് അറിയുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളെ ദൈവം ഒരുക്കാനിടയായി തീർന്നു. അതൊരു ജീവിതത്തിനൊരു മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. പല വ്യക്തികളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. മാഞ്ചസ്റ്റർ ബെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ഒരു നിർണായക കാലഘട്ടത്തിലാണ് പാസ്റ്റർ വരുന്നത്. പാസ്റ്റർ പെട്ടെന്ന് കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും വ്യക്തിപരമായും കുടുംബപരമായും തരണം ചെയ്ത പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? കുവൈറ്റ് ഒരു വൈകാരിക ബന്ധമാണ്. കാരണം എൻ്റെ പപ്പ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയായിരുന്നു. അതിനുശേഷം ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ വീണ്ടും അവിടെ പോയി. എൻ്റെ പപ്പായുടെ കാലം മുതൽ സ്നേഹിച്ച ദൈവമക്കൾ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് കോവിഡിന്റെ പ്രതിസന്ധി ഘട്ടത്തിനകത്ത് ഞങ്ങൾ കുവൈറ്റിലുണ്ട്. അതിനുശേഷം ഞങ്ങൾ ചർച്ചകൾ തമ്മിൽ ഒന്നിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിയാരുമായിരുന്നു കുവൈറ്റിൽ. അവിടുത്തെ ആരാധനയൊന്നും ഇന്നും മറക്കാൻ പറ്റത്തില്ല, ഒരു ഉത്സവമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവിടുത്തെ ബിനു പാസ്റ്റർ മരണം. അപ്പൊ ഞാൻ 2014 UK വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചർച്ചുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ പാസ്റ്റർ മരണത്തോടുള്ള ബന്ധത്തിൽ ഈ ചർച്ചിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ സൂമിലൂടെ ഈ മീറ്റിംഗ് നടത്താൻ തുടങ്ങി. കാരണം 1.5 വർഷം കുവൈറ്റിലിരുന്ന് ഞാൻ ഈ ചർച്ചിന് മീറ്റിംഗ് നടത്തി. അപ്പൊ ഞാൻ ഈ നടത്തുമ്പോൾ എൻ്റെ ഉദ്ദേശം ചിതറിപ്പോകരുത്, എങ്ങനെയെങ്കിലും ഒരു ദൈവദാസം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കരുത്തിൽ കൊടുക്കുക, ഫ്രീ ആകുക. ഒരിക്കൽ പോലും UK-ലോട്ട് വരണമെന്നുള്ള ചിന്ത എനിക്കില്ല. കാരണം ഞാൻ ഒന്ന് വന്നതായതുകൊണ്ടും ഇവിടുത്തെ കാലാവസ്ഥയും
ഇവിടുത്തെ താമസ സൗകര്യങ്ങളും രീതികളൊക്കെ അറിഞ്ഞുകൊണ്ട് ബുദ്ധിപരമായി ഒരു ആഗ്രഹവും എനിക്കില്ല. എന്നാൽ അവിടെ കുവൈറ്റില് നല്ല അനുഗ്രഹിക്കപ്പെട്ട കൂട്ടം, വളരെ സ്നേഹിക്കുന്ന ദൈവമക്കൾ, ഒരു കുറവ് അവിടെ ഇല്ല. ദൈവമക്കൾ കടന്നു വരുന്നു. അവിടെ ആരാനെ തുടങ്ങിയാൽ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഞങ്ങളുടെ കോട്ടേജ് മീറ്റിംഗ് ഒക്കെ ഭവനം നിറയെ ആൾക്കാരാണ്. ഭയങ്കര ആത്മസന്തോഷവും ആത്മസാന്നിധ്യവും അനുഭവിക്കുന്ന, അവിടെ എങ്ങനെ ഞാൻ പറയും, ഞാൻ UK എന്നെ വിളിക്കുന്നു പോകുന്നു, എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ ഞായറാഴ്ച ഇന്ന് പറയാന്നും പറഞ്ഞ് ഞാൻ ചെല്ലും. പക്ഷെ അവിടുത്തെ ആരാധനയും ശുശ്രൂഷയെ കഴിയുമ്പോഴത്തെ ആ ഒരു സന്തോഷത്തിൽ ജനം നിൽക്കുമ്പോൾ എനിക്കിത് പറയാൻ പറ്റത്തില്ല. ഇവിടെയാണെങ്കിൽ വരുന്നവരെല്ലാം ആരും പോകുന്നില്ല, എല്ലാവരും നിൽക്കുന്നു. ഇവർക്കെല്ലാം ഞാൻ പാസ്റ്ററാണ്, കുവൈറ്റുകാർക്ക് ഞാൻ പാസ്റ്ററാണ്. ഈ ഒരു മാനസികമായ ഇമോഷണൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ആരെ കളയാൻ പറ്റും? ഇവിടുത്തെ അവസ്ഥ മറ്റൊരു അവസ്ഥ, അവിടെയും വേറൊരു അവസ്ഥ. അവസാനം ഞാൻ ദൈവസന്നിധി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. കാരണം തെറ്റിദ്ധരിക്കും, ജനം വിചാരിക്കും UK കേട്ട ഉടനെ കുവൈറ്റ് ഇട്ടിട്ട് പോയെന്ന് വരും. 2-3 മാസം പ്രാർത്ഥിച്ചു, കർത്താവെ സമാധാനമായിട്ട് ദൈവം ഒരുക്കിയതാണെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ, ദൈവം അയക്കുകയാണെങ്കിൽ. അവിടെ ഒരു സെക്രട്ടറി ഉണ്ട്, സ്ഥാപിച്ചാൻ എന്ന് പറയുന്നത്. അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം, സംസാരിക്കണം. ഒരിക്കലും മറ്റൊരു നിലയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ദിവസം ആരാധന കഴിഞ്ഞിട്ട് ഈ വിഷയം പറയും. ഭയങ്കര സങ്കടമായി പോയി. 2 ദിവസം കഴിഞ്ഞ് സ്ഥാപിച്ചതിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ 1 മാസം മുൻപ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം കണ്ടു. പാസ്റ്റർ ഇങ്ങനെ ഇവിടുന്ന് യാത്രയൊക്കെ ചോദിച്ചു പോകും. അത് എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടും. ഞാൻ പ്രാർത്ഥിച്ച വിഷയമാണ്. പിന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനോടൊക്കെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട്, പക്ഷെ സങ്കടമുണ്ട്, പക്ഷെ എങ്കിലും വാർഷിക അവസരം തരുന്നെങ്കിൽ എനിക്ക് സന്തോഷമുള്ളെന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു കലക്കമോ പ്രശ്നമോ ഒന്നും വളരെ നിറഞ്ഞ സന്തോഷത്തോടെ എനിക്ക് ലാസ്റ്റിലത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് തുടങ്ങാൻ പോലും പറ്റില്ല, അത്രയ്ക്കും സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഈ കോവിഡ് വരുന്നതിന് മുൻപ് കുവൈറ്റിലോട്ട് വരാനായിട്ട് കുവൈറ്റ് എയർവേസ് ടിക്കറ്റ് ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ അവിടെ പഠിപ്പിക്കാനായിട്ട് സ്കൂളിന്റെ അഡ്മിഷന് ക്രമീകരിക്കുന്നു, ഫ്ലാറ്റ് നോക്കും, ഇങ്ങനൊക്കെ പ്ലാൻ ചെയ്തതാണ്. ഒരിക്കലും ഇങ്ങനെ UK വരണം താല്പര്യപ്പെട്ടതല്ല. പക്ഷെ ദൈവം അങ്ങനെ ഒരു മുഖാന്തരം ഒരുക്കി. അതുകൊണ്ട് അവിടെയുള്ള ദൈവസഭയും ദൈവമക്കളെയും വിട്ടുതരുന്നത് ഒരു വലിയ വേദന തന്നെയായിരുന്നു. എന്നാൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നുള്ളത് ദൈവം അടയാളമായിട്ട് ബോധ്യപ്പെടുത്തപ്പോൾ സ്നേഹത്തോടെ നടന്നു വരുവാനും ഇവിടെ ശുശ്രൂഷ ഏൽക്കുവാനും ഇടയായി തീർന്നു. പിന്നീട് ഫാമിലിയായിട്ട് ഇവിടെ വന്നു. അപ്പോൾ പ്രതിസന്ധികളെക്കാൾ വലുത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ആ ദൈവസ്നേഹത്തിന്റെ ഒരു വേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പാസ്റ്റർ അങ്ങനെ പലയിടങ്ങളിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച ഇപ്പൊ പറഞ്ഞല്ലോ, അങ്ങനെ പലയിടങ്ങളിൽ ശുശ്രൂഷ ചെയ്തപ്പോഴൊക്കെ ഈ സഭയിൽ നിൽക്കുമ്പോൾ പാസ്റ്റർ എന്തൊക്കെ വെല്ലുവിളികൾ, അല്ലെങ്കിൽ പാസ്റ്റർ അഭിമുഖീകരിച്ച ചില വെല്ലുവിളികളെ കുറിച്ചൊന്ന് പറയാം. വെല്ലുവിളികൾ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് മലയൻകീഴിൽ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. മലയൻകീഴിൽ ഒരു മീറ്റിങ്ങിന് പോകുമായിരുന്നു. ഒരു പ്രാവശ്യം അവിടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ എൻ്റെ സൈഡ് മിറർ പൊട്ടിച്ച് ഈ ടയറില് ഈ തൊണ്ടൽ ഇങ്ങനെ ആണി വെച്ചിട്ട് അള്ളെന്ന് പറയും, ടയർ പൊട്ടിക്കാനായിട്ടൊക്കെ വെച്ച അനുഭവങ്ങളുണ്ട്. അത് പിറ്റേ ആഴ്ച തന്നെ ആ വെച്ച വ്യക്തിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതൊരു വലിയ ഒരു ദൈവഭയം ആ ദേശത്ത് വരുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഞാൻ താമസിച്ച വീട്ടിൽ കൊണ്ട് ലെറ്റർ ചെയ്തും, നിന്നെ തട്ടിക്കളയും, വെട്ടിക്കളയും, ഇവിടുന്ന് പോണം. ഏറ്റവും വലിയ വിഷയമുണ്ടായത് ഈ സഭായം കഴിഞ്ഞാൽ ഈ മലയങ്ങളിലൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മനുഷ്യന്റെ മലം ഗേറ്റിലും സിറ്റൗട്ടിലും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ട്. സഭായം കഴിഞ്ഞിട്ട് വന്നാൽ എൻ്റെ വൈഫൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. 2 മണിക്കൂർ ദുർഗന്ധം, അത് കഴുകിയെടുക്കാനുള്ള പാട് ഒത്തിരി ആ വിധത്തിൽ പിശാച് പോരാടിയിട്ടുണ്ട്, മനുഷ്യരിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് ഓരോ ദിവസവും രാത്രിയിൽ ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന്, കർത്താവ് ഇത് നിർത്തണം. അതിൽ പിന്നെ അതുണ്ടായിട്ടില്ല. അങ്ങനെ ദേശത്തിൽ നിന്ന് അങ്ങനെ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറക്കാൻ പറ്റാത്ത ഒന്ന്, ഞങ്ങള് നാട്ടിലൊരു സഭാ ചാർജ് മെയ് മാസത്തിലാണ്, ജൂണിലായപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് ഒരു വിസിറ്റിങ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന്
കുഴഞ്ഞു വീഴുവാനിടയായി തീർന്നു. അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് മൂക്കേപ്പിച്ച് നോക്കുന്നു, കാലേപ്പിച്ച് നോക്കുന്നു, സെൻസേഷൻ ഒന്നുമില്ല. പെട്ടെന്ന് പുഷ്പഗിരി കൊണ്ടുപോയി. അവിടെ ചെന്ന് ആർക്കും മനസ്സിലാകുന്ന എന്തോ പറ്റിയെന്ന്, ഒരു സൈഡൊക്കെ തളർന്നുപോയി, വായൊക്കെ കൂടി, ഒരു മൈൽഡ് സ്ട്രോക്ക്. അവിടെയുള്ള ദൈവമക്കളെല്ലാവരും പെട്ടെന്ന് ഓടി വന്ന് അവിടെ വാതിൽക്കൽ നിന്ന് ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുക. അപ്പോൾ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, ഈ ഒരു ചെറുപ്പക്കാരി കൊച്ചാണല്ലോ, എന്തോ ഇത്ര പെട്ടെന്ന് സ്ട്രോക്ക് അടിച്ചെന്നൊക്കെ പറഞ്ഞു. അവരും എല്ലാവരും ഒരു പെട്ടെന്നൊരു വല്ലാത്ത ഞങ്ങൾ ശുശ്രൂഷ ചാർജ് എടുത്തിട്ട് 1 മാസം കഴിയുന്നത്. ഞാൻ ആ പുറത്തോട്ട് ഇറങ്ങിയത്, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ദർശനം കണ്ടാണ് ഞാൻ ഈ വേലയ്ക്ക് ഇറങ്ങിയത്. ഞാൻ അബദ്ധം പറ്റി ഇറങ്ങിയതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ, കർത്താവ് ഓർത്തേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് തന്നെ വിളിക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല, എഴുന്നേറ്റ ആളിരിപ്പുണ്ട്, ഇരിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്തു. നടന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ അറ്റാക്ക് ഉണ്ടായി. അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു സൈഡ് എന്തായാലും ഒന്നി കണ്ണു പോവും, അല്ലെ കൈ പോവും, കാല് പോവും. വീണ്ടും ഉണ്ടായി. ഒരാഴ്ചയോളം ബിലീവേഴ്സ് ഹോസ്പിറ്റലായിരുന്നു. ഒരുപാട് ന്യൂറോളജിസ്റ്റിനെ, 12 ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. പല കാര്യങ്ങൾ പറഞ്ഞു. ലൈഫ് ലോങ് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് എടുത്ത് വിശ്വാസത്താൽ അത് സ്റ്റോപ്പ് ചെയ്ത് ഇന്ന് വരെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങനത്തെ അസ്വസ്ഥത ഉണ്ടായിട്ട്, അങ്ങനെ പല പ്രതിസന്ധികൾ, മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ദൈവം വിശ്വസ്തനായിരുന്നു, കർത്താവ് നിലനിർത്തി. ഹല്ലേലൂയ, സ്തോത്രം. പാസ്റ്റർ ഇങ്ങനെ ഒരു സഭയിലെ മേലധ്യക്ഷനായി ശുശ്രൂഷകനായിരിക്കുമ്പോൾ പാസ്റ്റർ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി അങ്ങനെ അവരുടെ പ്രാർത്ഥനയിൽ അതിന് മറുപടി ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും സ്വന്തം ജീവിതത്തിലെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ പാസ്റ്ററിന് നിരാശ ഉണ്ടായിട്ടുണ്ടോ? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. വാസ്തവത്തിൽ ഈ ശുശ്രൂഷകന്മാർ അവരുടെ വിഷയങ്ങളും പ്രയാസങ്ങളും ഒന്നും പറയാനുള്ള സമയമില്ല. നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നു. ചില സമയങ്ങളിൽ ചോദ്യങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിലും വരാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാര്യത്തിന് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഒന്നുകൂടെ ഒരുക്കാൻ, ഒന്നുകൂടെ ശുശ്രൂഷയ്ക്ക് മൂർച്ച കൂട്ടാൻ, ദൈവത്തിന് താഴാനും ദൈവം തിരിച്ചറിയാനുള്ള ഒരു സമയമാണെന്നുള്ള ബോധ്യം എന്നെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കലും നിരാശപ്പെടാൻ പറ്റിയില്ല. കാരണം ഈ പ്രസാദകാലം, രക്ഷാ ദിവസം, ഫേവറബിൾ ടൈം ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് മുൻപും പിൻപും അടയ്ക്കുന്ന അവസ്ഥകൾ വന്നാലും നിരാശപ്പെട്ടിട്ടില്ല. ഒരു ഉറപ്പുണ്ട്, അതിൻ്റെ അകത്ത് എന്തോ നമ്മളൊന്ന് പഠിപ്പിക്കാനും ഒന്നൊരുങ്ങാനും അല്പം കൂടെ നമ്മളെ ഒന്ന് മോൾഡ് ചെയ്യാനാണെന്നുള്ള. അതുകൊണ്ട് അങ്ങ് വീഴും, ദൈവസന്നിധിയിലോട്ട് അങ്ങ് വീഴും. കർത്താവെ ഒന്ന് വിളിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അത് പലപ്പോഴും അനുഗ്രഹമായിട്ടേ ഉള്ളൂ. പാസ്റ്ററിന്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ പാസ്റ്ററിന്റെ ശുശ്രൂഷയ്ക്കായി സ്വാധീനിച്ച വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ? എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എൻ്റെ പപ്പായാണ്. കാരണം അദ്ദേഹം ഒരു ഭയങ്കര സുവിശേഷാത്മാവുള്ള മനുഷ്യനാണ്. കുവൈറ്റിൽ നിന്ന് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ, ഞാൻ ഡിഗ്രി സമയത്ത് ബൈക്കുണ്ട്, ഞാൻ പപ്പായം കൊണ്ട് ഇങ്ങനെ വീടുകളിൽ പോകുന്നത്. സ്വന്തക്കാരൊന്നും വീട്ടിൽ പോകാൻ താല്പര്യമില്ല, ദൈവമക്കളൊക്കെ വീട്ടിൽ പോകും. ചെന്ന് ഇരുന്നാൽ ഉടനെ വചനത്തിലൂടെ സംസാരിക്കും. അപ്പൊ ഞാൻ അപ്പുറത്തിരിക്കും, പപ്പ സംസാരിക്കുന്ന ആ വീട്ടുകാരോടായിരിക്കും. പക്ഷെ ആഴമേറിയ മർമ്മങ്ങളായി സംസാരിക്കും. 1 മണിക്കൂർ സംസാരിക്കും. ഞാൻ അങ്ങ് പുകഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കരഞ്ഞ് എന്നോട് സംസാരിക്കുന്നത്. ഞാനിരുന്ന് ചോദിച്ചതും എൻ്റെ സംശയങ്ങളൊക്കെ അപ്പനറിയുന്നില്ല, പക്ഷെ ആ വീട്ടുകാരോടെ സംസാരിക്കുന്നത്. എൻ്റെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ട്, ഹൃദയം തകർന്നിട്ടുണ്ട്. കാരണം എൻ്റെ എവിടെയൊക്കെയോ ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം തീർക്കുക. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട്, എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഈ ചിന്തിച്ചതിനൊക്കെ അപ്പുറമായ ആഴമേറിയ സംഗതി ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എൻ്റെ പ്രാർത്ഥനാ ശൈലി മാറി. കർത്താവ്, കാരണം അദ്ദേഹം ബൈബിൾ സ്കൂളൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ പ്രാർത്ഥിച്ച് ദൈവം കൊടുക്കുന്ന വെളിപ്പാട് ശുശ്രൂഷിക്കുന്ന മനുഷ്യൻ. അതെൻ്റെ ആ ഒരു തലം കണ്ടപ്പം പോലും ഞാനും കർത്താവ്, ഇങ്ങനെ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല, പ്രാപിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിന് വെളിപ്പാടിനാൽ ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ എൻ്റെ അകത്തങ്ങ് കത്താൻ തുടങ്ങും. 2, പപ്പയുടെ ആ അവസാന സമയമായപ്പോഴത്തേക്ക് പപ്പ ഒരു ദർശനം കണ്ടു. ദർശനം ഇങ്ങനെ, പപ്പ എവിടെ പോകാനായിട്ട് റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വെള്ള വണ്ടി വരിക. അതിന്റെ ബോർഡ് എന്ന് പറയുന്നത് വിശുദ്ധിയും നിഷ്കളങ്കതയും ബോർഡ്.
പപ്പ കൈ കാണിച്ചു, വണ്ടി നിർത്തി, കൂടെയുള്ള കുറെ പേര് കയറി. പപ്പ കയറാൻ ചെന്നപ്പോഴത്തേക്ക് വണ്ടി അങ്ങ് പോയി. ഭയങ്കര സങ്കടം, എനിക്ക് മാത്രം കയറാൻ പറ്റിയില്ലല്ലോ. ഇങ്ങനെ ദുഃഖിച്ചു നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചൊരു വ്യക്തി വന്ന് തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, പോയ വണ്ടി വീണ്ടും വരും, ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ഇത് പപ്പ ഞങ്ങളോട് പറയുമ്പോൾ എൻ്റെ അകത്ത് മനസ്സിലായി, പപ്പയുടെ ടൈം അടുത്തെന്നുള്ളത് എനിക്ക് സൂചനയുണ്ട്. 1 വർഷത്തിന് മുന്നേ. അത് കഴിഞ്ഞൊരു 6-7 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ദർശനം കണ്ടു. ഈ വണ്ടി വരുന്നു, പപ്പ കയറി പോകുന്നു, കൊണ്ടിറക്കുന്നത് സത്യകൂടാരം, വലിയൊരു കൂടാരത്തിന് മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തും. അപ്പം കുഞ്ഞുങ്ങളുണ്ട്, അനേകരുണ്ട്, കയറി പോകുന്നു. ഒരു സ്റ്റെപ്പ് കയറി പോകണം. പപ്പ കയറി, കുഞ്ഞുങ്ങളെല്ലാം കയറിപ്പോയി. പപ്പ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇതിങ്ങനെ ഗ്യാപ്പ് വരും, കയറാൻ പറ്റുന്നില്ല. ഒത്തിരി ശ്രമിച്ചിട്ടും കയറാൻ പറ്റുന്നില്ല. ഒരു ദൂതം വന്ന് കൈക്ക് പിടിച്ച് അകത്ത് കയറ്റി. അപ്പൊ പപ്പ ചോദിച്ചു, ഈ പിള്ളേരൊക്കെ പെട്ടെന്ന് കയറിയല്ലോ, ഇതെന്താ എനിക്ക് ഇത്രയും പ്രയാസം? അപ്പൊ ദൂതം പറഞ്ഞു, അധികം അറിഞ്ഞവനോട് അധികം ചോദിക്കും. ഈ 2ാമത്തെ ദർശനം ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പപ്പയുടെ ടൈം എടുത്തു. അന്ന് തൊട്ട് പപ്പയുടെ രീതി മാറി. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ വൈഫ് ജിൻസിയാണ് സ്റ്റുഡന്റ്. കർത്താവിന്റെ വരവിനെ പറ്റി പഠിക്കും. ഞാൻ അസൈൻമെന്റ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കും. അവിടെ 1 മണിക്കൂർ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത് പഠിപ്പിക്കും. അതിന് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ പപ്പ ചോദിക്കും, മോളെ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നോ? പപ്പയുടെ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല പപ്പ. പപ്പായിൽ നിന്ന് മോക്ക് എന്തെങ്കിലും പ്രയാസം കിട്ടിയോ? ഇല്ല. മമ്മിയോട് ചോദിക്കും, ഇനി നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോടും ചോദിക്കും. ഞങ്ങൾ ഓർത്ത് തന്നെ ഇങ്ങനെയൊക്കെ കുടുംബ പ്രാർത്ഥനയുടെ അന്തരീക്ഷമൊക്കെ മാറും. എന്നപ്പോ ഒന്നുകൂടെ കൈ ഓർത്ത് പിടിക്കും. കർത്താവേ, ഭവനത്തിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെടാതെ ദൈവിക സ്നേഹത്തിൽ നിലനിർത്തിയതിനായി സ്തോത്രം. പുള്ളി അങ്ങ് പ്രിപ്പയർഡ് ആകുമായിരുന്നു. ഓരോ ദിവസവും പ്രിപ്പയർഡായി മരണത്തിന്റെ ആ സമയമായപ്പോഴത്തേക്ക് ഡിസംബർ 20-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ പപ്പ ഭയങ്കര ആഗ്രഹമാണ് ഫുഡൊക്കെ ഉണ്ടാക്കണം, ഫിഷ് ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആള് വയ്യാതായിപ്പോയി. മണക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ ഞാനും വൈഫും കൂടെ കാണാൻ ചെന്നപ്പോൾ ഒത്തിരി കരഞ്ഞിട്ട് പ്രവചനാത്മാവിൽ എന്നെയും വൈഫിനെ അനുഗ്രഹിച്ച്, ഞങ്ങൾക്ക് ജനിക്കാവുന്ന തലമുറയെ അനുഗ്രഹിച്ച് ശുശ്രൂഷയെ പറ്റി പറഞ്ഞ് ഞാൻ വാവിട്ട് കരഞ്ഞ്, ഞാൻ വീട് വരെ കരഞ്ഞോണ്ടാണ്. അപ്പൊ എനിക്കറിയാം ഇത് ടൈമാ, പോകുന്ന സമയം. അതിനുശേഷം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവിടെ 5-6 ദിവസം കിടന്നു. മരിക്കുന്ന അന്ന് പപ്പയുടെ 2 ജ്യേഷ്ഠന്മാർ, 2 പേരും ശുശ്രൂഷയില്ല. അവർ 2 പേരും ഇപ്പം മരിച്ചു. അവർ 2 പേരും മാവിമാരൊക്കെ വന്നു സംസാരിച്ചു. അവർ പോകാനായിട്ട് പ്രാർത്ഥിച്ച് പാട്ട് പാടി, അവർ അന്യഭാഷയിൽ ആരാധിച്ച് പപ്പയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അവർ പോകുന്നു. പപ്പ അങ്ങോട്ട് കിടക്കുന്നു. ഇത് ഞാൻ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുക. പപ്പയുടെ മരണം എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. ഞാൻ നമ്മുടെ സഭയെ പലവട്ടം വിട്ടുണ്ട്, വേല തികയ്ക്കണം എപ്പോഴും പറയുന്നൊരു ഭാഗമാണ്. കാരണം ഇതാണ്, പപ്പായ്ക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും സാധിച്ചില്ല. പക്ഷെ കർത്താവ് ഏൽപ്പിച്ച വേല തികച്ചു. പപ്പയുടെ ആ മരണം എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. ലോകത്തെല്ലാം ഒത്തിരി ആഗ്രഹിക്കുക, അതൊക്കെ നടക്കണമെന്നില്ല. പക്ഷെങ്കിൽ അല്ലെ കർത്താവ് ഏൽപ്പിച്ച നല്ല എൻഡിങ്ങും ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, വേല തികയ്ക്കണം. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, മിക്കവാറും സഭയെ പറയും, തുടങ്ങിയാ പോരാ, വേല തികയ്ക്കണം. അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. പപ്പയുടെ ജീവിതവും പപ്പയുടെ മരണവും ശക്തമായിട്ട് ഒരു ഹൃദയത്തിനകത്ത് ഒറ്റ ആഗ്രഹം ഇപ്പോഴും ഉള്ളൂ, കർത്താവ് ഏൽപ്പിച്ച വേല തികയ്ക്കുക, കയറി പോവുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവവചനം സംസാരിക്കുമ്പോൾ അല്ലെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് പല പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടാറുണ്ട്. പ്രത്യേകിച്ച് ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ പാസ്റ്ററിന് ഒത്തിരി അതായത് പ്രശ്നങ്ങൾ, വിമർശനങ്ങൾ, നമ്മൾ പറയുന്നതിനെ കൂട്ടിക്കളയുന്ന അവസ്ഥകൾ, അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുമ്പോൾ പാസ്റ്റർ അതെങ്ങനെയാ അതിജീവിക്കുന്നത്? നമ്മള് സഭാ ശുശ്രൂഷകന്മാര് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ. അത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്ഷമയോടെ വിഷയത്തെ ഡീൽ ചെയ്യുക, ശാന്തമായിട്ട് കൈകാര്യം ചെയ്യുക. പിന്നെ ഇവരെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകും. ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ. ഇപ്പം പ്രസംഗിക്കുന്ന 40 മിനിറ്റ് പ്രസംഗിക്കുന്നതിനകത്ത് വലിയ കുഴപ്പമില്ല. പക്ഷെ സഭ പ്രസംഗം കൊണ്ടല്ലല്ലോ,
അല്ല. ദൈവമക്കൾ തമ്മിൽ സ്നേഹത്തോടെ ഐക്യതയോടെ പക്ഷം കാണിക്കാതെ മുഖപക്ഷം ഉണ്ടാക്കാതെ ഗ്രൂപ്പിസം ഉണ്ടാക്കാതെ എല്ലാവരും ഒരു സെക്കൻഡ് ഹോം അറ്റ്മോസ്ഫിയർ സഭ കൊണ്ടുപോകുക എന്നുള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും. പല സ്വഭാവമുള്ള പല ചിന്താഗതിയുള്ള ആൾക്കാരാണ്. രണ്ടാമത്തെ കാര്യം, രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഓരോരുത്തരുടെയും പല വിഷയങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാറുണ്ട്. കുടുംബ പ്രശ്നമായിരിക്കാം, മറ്റു പല തലമുറയുടെ വിഷയമായിരിക്കാം. അപ്പോൾ അത് രഹസ്യമായിട്ട് വെക്കേണ്ടത് എത്ര നല്ല സ്നേഹിതരാണെങ്കിലും അത് പറയത്തില്ല. രഹസ്യമായിട്ട് വെക്കണം. പ്രാർത്ഥിക്കേണ്ട കാര്യം പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തിന്റെ കൃപയിൽ പിന്നെ ആകെ അറിയാവുന്ന കാര്യം, വിഷയങ്ങൾ വരുമ്പോൾ ഞാനും എൻ്റെ വൈഫും കുടുംബം ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങൾ കരം കൊടുത്തു പിടിക്കും. ഒരു ഉപവാസം സഭ പോലും അറിയത്തില്ല. ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കും, ഉപവസിക്കും. ദൈവരങ്ങളിലേക്ക് കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് കാര്യങ്ങളെല്ലാം ശാന്തമാക്കേണ്ടത് ശാന്തമാക്കി, സഭയ്ക്കകത്ത് സംസാര വിഷയമോ പ്രശ്നമൊന്നും ആകാതെ ഇതുവരെയും കർത്താവ് നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ മാനുഷിക ബുദ്ധിയിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. ദൈവസന്നിധിയിലോട്ട് കൊടുത്തിട്ട് ഒരു ദൈവനിയോഗത്തോടെ ചില സമയത്ത് മിണ്ടാതെ അങ്ങിരിക്കും. ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ മൗനമായിട്ടിരിക്കും. പിന്നെ വിമർശനാതീതനല്ലല്ലോ, വിമർശിക്കപ്പെടും. പലപ്പോഴും പറയാറുണ്ട് കുത്തി പ്രസംഗിച്ചു, പണ്ട് തൊട്ട് കേൾക്കുന്ന കാര്യമാണ്. പിന്നെ പറഞ്ഞിട്ട് പ്രസംഗിച്ചതൊക്കെ ഉള്ളതാ. പക്ഷെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ ജനത്തിന് മനസ്സിലാവും എന്തുവാ നമ്മൾ സംസാരിച്ച്, എന്തോ പ്രസംഗിച്ച്. അപ്പം ഇതിനൊന്നും മറുപടിയില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ സഹിക്കുക, നമ്മൾ ദൈവസ്നേഹത്തിൽ ഉൾക്കൊള്ളുക. അധികം ഭാരം വരുമ്പോൾ കർത്താവിനോട് പറയുക, സ്നേഹിക്കുക, മാക്സിമം എല്ലാവരെയും സ്നേഹിക്കുക. ഇതേ ഉള്ളൂ നമ്മുടെ മുൻപിലുള്ള വഴി. പാസ്റ്റർ കടന്നു വന്ന കാലഘട്ടത്തിലൂടെ അല്ലല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം. അല്പം പുതുതലമുറയുടെ, സോഷ്യൽ മീഡിയയുടെ, ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ എപ്പോഴും പാസ്റ്റർ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വചനധ്യാനം. അപ്പോൾ ഇന്നത്തെ തലമുറയോട് പാസ്റ്റർ എങ്ങനെയാണ് അവരെ അഭിമുഖീകരിക്കുന്നത്? എങ്ങനെയാണ് പാസ്റ്റർ അവരെയും വചനത്തിൽ ഉത്സാഹിപ്പിക്കുന്നത്? ഇപ്പോഴത്തെ തലമുറ ഉപദേശം ഇഷ്ടമല്ലാത്ത തലമുറയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എല്ലാവർക്കും അക്സെപ്റ്റൻസാണ് വേണ്ടത്. നമ്മൾ അവരെ അംഗീകരിക്കണം. അവരെ അങ്ങ് ശാസിക്കാനും കണ്ട ഉടനെ വന്ന ഉടനെ അവരെ അങ്ങ് ശിക്ഷിക്കാനും അവരെ അങ്ങ് നിരുത്സാഹപ്പെടുത്തരുത്. കുറവുകളോടുകൂടെ അംഗീകരിക്കുക, ചേർത്ത് പിടിച്ചിട്ട് ദൈവ സ്നേഹത്തിൽ ബുദ്ധി ഉപദേശിക്കുക. പിന്നെ പേഴ്സണൽ എൻകൗണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം വായിക്കാനും ധ്യാനിക്കാനും നമ്മുടെ കൂടെ കൊണ്ട് നടത്തണം. അവർക്ക് മനസ്സിലാകണം ഇത് ജെന്യൂനാണ്. ആരാധന, വചനം, ചർച്ച എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് അവർക്ക് ബോധ്യം വരുത്താനായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുക. ഈ തലമുറയെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ. എൻ്റെ തലമുറ എന്നെയൊക്കെ ഒത്തിരി ശിക്ഷിച്ചും ശാസിച്ചും വളർത്തി. പക്ഷെ ഈ രാജ്യത്ത് അത് പറ്റത്തില്ല. അവിടെ നമുക്ക് ചെയ്യാതിരിക്കാനും. അപ്പം നമ്മള് മൂഡ് മാറ്റണം. നമ്മള് ചേർത്ത് പിടിച്ച്, ഇപ്പം ചിലരോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട ഒരിക്കലും അനുസരിക്കത്തില്ല. അപ്പൊ അത് മനസ്സിലാകുമ്പോൾ ദേഷ്യപ്പെടത്തില്ല. ശാന്തമായിട്ട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് പിടി കിട്ടും, ശരിയാ തെറ്റായിപ്പോയി. അപ്പോൾ ആൾക്കാരുടെ മനോഭാവം മനസ്സിലാക്കി അവരെ അങ്ങ് ശാസിച്ച് തള്ളിക്കളയാതെ ചേർത്ത് പിടിച്ച് ബുദ്ധി ഉപദേശിച്ച് വചനത്തിലോട്ടും ദൈവകൃപയിലോട്ടും വളർത്തിയെടുക്കുക. സ്തോത്രം. മറ്റ് പല ദേവദാസന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പാസ്റ്റർ പലർക്കും ഈ വളർന്നു വരുന്നവർക്ക് അവസരങ്ങൾ കൊടുക്കാറുണ്ട്. പാസ്റ്റർ എങ്ങനെയാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ലഭിച്ചത്? എനിക്ക് ലഭിച്ച കോളിങ് അങ്ങനത്തെയാണ്. അനേകം ഒരുക്കിയെടുക്കാനുള്ളത്. അപ്പൊ ഈ ഒരുക്കിയെടുക്കാനുള്ള കോളിങ്ങുള്ള ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പറ്റത്തില്ലല്ലോ. ഇപ്പൊ ജനത്തെ ഒരുക്കിയെടുക്കണം, അതിന് അവസരം കൊടുക്കണം. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മളെക്കാൾ ശക്തരായ ഒരു ടീം സഭയ്ക്കകത്ത് വേണം. പാസ്റ്റർ പോയാലോ ആര് പോയാലും സഭയെ ബാധിക്കാത്ത വിധത്തിൽ നമ്മുടെ തലമുറ, നമ്മുടെ ദൈവസഭയ്ക്കകത്തുള്ള ഒരു കൂട്ടം ജനം സുവിശേഷകന്മാരായും സഭാ ശുശ്രൂഷകന്മാരായും പ്രവാചകന്മാരായും അവർ സജ്ജരാകണം. അപ്പൊ അവരെ ഒരുക്കിയെടുക്കേണ്ടത് ഇന്നെന്റെ ആവശ്യമാണ്. ഒരു വ്യക്തി കഴിയുന്നതോടുകൂടി ശുശ്രൂഷയും സഭയും ഇല്ലാതാകരുത്. കർത്താവിന്റെ വരവ് വരെ സഭ ശക്തിയോടെ നിൽക്കണം. വിശ്വസ്തന്മാർ വേണം.
അപ്പം എനിക്ക് കിട്ടിയ കാഴ്ചപ്പാടാണ് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മളെക്കാൾ ശക്തരായ ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്യണം. അതുകൊണ്ട് കുവൈറ്റിലാണെങ്കിലും എവിടെ ആയിരുന്നെങ്കിലും അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ശുശ്രൂഷയിൽ അത് തന്നെ വെളിപ്പെട്ട് വരും. കാരണം ആ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചത് കൊണ്ട് അങ്ങനെ ഒരുക്കപ്പെട്ടു വരും. അത് ഒരു ഭയങ്കര സന്തോഷമാണ്. പുറത്തുനിന്ന് ഒരാൾ വന്ന് ശുശ്രൂഷിക്കുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയം നിറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ദൈവമക്കൾ അവര് കൃപയിൽ വളർന്നു വന്ന് അവരെ ആത്മാവിൽ ശുശ്രൂഷിച്ച് അവരെ ആത്മാക്കളെ നേടി അവര് സഭയെ പ്രബോധിപ്പിക്കുമ്പോൾ ഒരു ഭയങ്കര അഭിമാനമാണ്. അത് കർത്താവ് ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടത്തെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അനേകരെ ബലപ്പെടുത്താൻ പാസ്റ്ററിനെ ദൈവം ഇനി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം, നമ്മുടെ ആത്മീയത, അതിന് ആ ഒരു ആത്മീയ എരിവിന് അനേകം ഡിസ്ട്രാക്ഷൻസ് ഉള്ള, അനേകം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. എങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കർത്താവുമായിട്ട് കൂടെ നടക്കുവാൻ സാധിക്കും? ഈ ചുറ്റുമുള്ള ഈ കോലാഹലങ്ങളിൽ നിന്ന് കർത്താവിനോട് കൂടെ നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ സമയം, അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലിരിക്കുന്ന താലന്തുകളൊക്കെ കർത്താവിന് വേണ്ടി എങ്ങനെ വിനിയോഗം ചെയ്യാം? അതുപോലെ തന്നെ ഇന്നുള്ള ചുറ്റുമുള്ള ഈ ബഹളങ്ങളൊന്നും നമ്മളെ തെറ്റി കളയിക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെ ഏകാഗ്രതയോടെ നടക്കാമെന്ന് പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഒന്ന്, നമുക്ക് നല്ലൊരു ബോധ്യം വേണം ഞാൻ ആരാണെന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. പിശാച് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം നമ്മുടെ സമയത്തെ അപഹരിക്കും. വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബിനകത്തൂടെ നമ്മൾ ന്യായമായ കാര്യത്തിനകത്തായിരിക്കും, ന്യൂസ് കാണാനായിരിക്കും. പക്ഷെ എഴുന്നേൽക്കുമ്പോൾ 2 മണിക്കൂർ, പിന്നെ എല്ലാവരുടെ റീൽസ് കാണാനായിരിക്കും. പക്ഷെ 4 മണിക്കൂർ. കുടുംബ ബന്ധങ്ങൾ തകരുന്നു, പ്രാർത്ഥനകൾ തകരുന്നു. പിശാചിന്റെ ആഗ്രഹം അത്രയേ ഉള്ളൂ, വളരരുത്, ഒരുക്കപ്പെടരുത്. അതുകൊണ്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം മനഃപൂർവമായിട്ട് നമ്മൾ ഒഴിവാക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, 1 വചനധ്യാനം, 2 പ്രാർത്ഥന. ഇത് രണ്ടും നഷ്ടപ്പെട്ടാൽ ഒരിക്കലും ഒരു ആത്മീയന് വളരാൻ പറ്റത്തില്ല. അപ്പോൾ പേഴ്സണൽ പ്രയർ, വചനധ്യാനം, ഇത് രണ്ടും മുടങ്ങാതെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വചനപ്രധാന ആത്മാവ് നിലത്ത് നടത്തും. കണക്ഷൻ നഷ്ടപ്പെട്ടാൽ, ദൈവമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടാൽ, ആ ഗ്യാപ്പ് നോക്കി ലോകം, ജഡം, പിശാച് നയിക്കും. പിന്നെ എരിവ് പോകും, ആരാധനയുടെ തീക്ഷ്ണത പോകും, വചനം ധ്യാനിക്കുന്നത്, പ്രാർത്ഥനയുടെ ശബ്ദം, പാട്ട്, ഇത് കേൾക്കുന്നതെല്ലാം ഒരു വിരക്തിയായിട്ട് മാറും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം വ്യക്തിപരമായിട്ടുള്ള ദൈവിക ബന്ധം അവസാനിപ്പിക്കുക. എവിടെ എന്തോ ലാഗിങ് തോന്നിയാൽ പെട്ടെന്ന് തിരിച്ചു വന്നോണം. ആത്മീയ വിഷയം സീരിയസ് ആയിട്ട് കാണണം. സ്പിരിച്വൽ ലൈഫ് വളരെ സീരിയസ് ആയിട്ട് കണ്ടാൽ മാത്രമേ കൃപയിൽ വളരാൻ പറ്റത്തുള്ളൂ, നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഇന്നത്തെ സഭകൾക്ക് വേണ്ടി പാസ്റ്ററിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഇന്നത്തെ സഭകളോട് പറയാനുള്ളത്, ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്, നശിപ്പിക്കരുത്. അവർ കാണേണ്ടത് ഗ്രൂപ്പിസവും തമ്മിൽ തല്ലും സഭ പിളർക്കുന്നതൊന്നുമല്ല. പണിയപ്പെടുന്ന, ഒരുക്കപ്പെടുന്ന നമ്മുടെ സഭകൾ ട്രെയിനിങ് സെന്റർ ആയിട്ട് മാറണം. സഭയ്ക്കകത്ത് വിശുദ്ധന്മാർ ജനിക്കണം. സഭയ്ക്കകത്ത് ആത്മീയർ എഴുന്നേൽക്കണം. നമ്മൾ പ്രാർത്ഥിച്ച് സുവിശേഷകന്മാർ അയക്കുന്ന സഭയായിട്ട് മാറും. എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, പഠിപ്പിച്ചു. പക്ഷെ അപ്പോൾ തന്നെ സഭയ്ക്കകത്തുനിന്ന് ഒരുക്കപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവർ സഭയിൽ എഴുന്നേൽക്കണം. അപ്പോൾ തന്നെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. വിശുദ്ധന്മാർ ഒരുക്കപ്പെടണം. ഒരു പ്രിപ്പറേഷൻ സെന്റർ ആയിട്ട് സഭ മാറിയാൽ വലിയ ദൈവപ്രവർത്തികൾ സഭയിൽ സംഭവിക്കും. കാരണം സ്വർഗത്തിലെ ഓഫീസാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ ആ നിലയിൽ അത് വർക്ക് ചെയ്യാമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തിന്, അടുത്ത തലമുറയ്ക്ക് ചെയ്യാൻ പറ്റും. തലമുറകൾ സഭയിലോട്ട് വരാൻ മടിക്കുകയാണ്. അത് വരാതെ അടുത്ത തലമുറയെ നശിപ്പിച്ച് കളയാതെ, വെട്ടിക്കളയാതെ ചേർത്ത് പിടിച്ച് ഒരുക്കിയെടുത്ത് പ്രാർത്ഥിച്ച് കൃപയിൽ കൊണ്ടുവരാമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറ ചെയ്യുന്നതിനേക്കാൾ ശക്തമായ ഒരു ശുശ്രൂഷ, എൻഡ് ടൈം റിവൈവലിന്റെ ശുശ്രൂഷ അടുത്ത തലമുറ ചെയ്യും. അതിനുവേണ്ടി സഭ ഒരു തലമുറ ഒരുക്കണമെന്നാണ് എനിക്ക് എല്ലാ സഭകളോടും പറയാനുള്ളത്. അങ്ങനെ ഒരു എൻഡേം റിവൈവലിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം. തീർച്ചയായിട്ടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും നേരം പാസ്റ്ററിന്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ പാസ്റ്ററിന്റെ അനുഭവങ്ങളും
പങ്കിട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ പിന്നിട്ട വഴികൾ എന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.